അത് ഇത്രയധികം ക്രമക്കേടുകളും പിഴവുകളും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ നടന്നിട്ടും അത് ചോദ്യം ചെയ്തുകൊണ്ട് ഒരു സമരം നടക്കുമ്പോഴും പിന്നെയും വന്ന് ഇതിന്റെ നേതാക്കൾക്ക് നേരെ മഷി എറിയാൻ മുതിരുന്നവർ അവർക്ക് എന്ത് ധൈര്യമാണുള്ളത് എന്നുകൂടി മാധ്യമങ്ങൾ ചോദിച്ചു പോകുന്ന നിമിഷമാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ നടന്ന നാടകീയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സോനം വാങ്ചുക് ആശുപത്രിയിലാണ്. ആശുപത്രിയിലെ വിവരങ്ങൾ കൂടി നമുക്കറിയണം. നോബിൾ മാരിക്കാരനാണ് ചേരുന്നത്. നോബിൾ ബലമായി പിടിച്ചുകൊണ്ടുപോയതാണ്. സോനം വാങ്ചുക് ഈ സമരം ഇന്ന് അവസാനിപ്പിക്കാൻ കരുതിയിരുന്ന ഒരാളല്ല. അദ്ദേഹത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി പറഞ്ഞ സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലാണ് അദ്ദേഹം നിരാഹാരം കിടക്കുന്നത്. അതിന് ചങ്കൂറ്റമുള്ള ഒരു മനുഷ്യനെയാണ് ഈ കണ്ട സമൂഹ മാധ്യമങ്ങളെല്ലാം പുകഴ്ത്തുന്നത്. എന്തിനു വേണ്ടിയാണ്? ഈ രാജ്യത്തെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി. അതിൽ ക്രമക്കേടുകൾ നടത്തിയ ഏജൻസികളോ അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനോ പറ്റിയ പിഴവുകളാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണുള്ളത്. ആശുപത്രിയിൽ നിന്നുള്ള വിവരം എന്താണ്? ഭാര്യ രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങളോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുതെന്നാണ് ഭാര്യ പറയുന്നത്. റോഷ്നി, ഇന്ന് രാവിലെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയ സോനം വാങ്ചുക് ഇപ്പോൾ ഉള്ളത് സഫ്ദർജംഗ് ആശുപത്രിയിൽ തന്നെയാണ്. അദ്ദേഹത്തിന് അവിടെ കൃത്യമായ ചികിത്സ നൽകുന്നു എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. കൃത്യമായ നിരീക്ഷണം അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ആരോഗ്യത്തിൽ അല്പം ക്ഷീണം പ്രകടമാണ്. അതോടൊപ്പം തന്നെ മറ്റ് ബ്ലഡ് ഷുഗർ അടക്കമുള്ള കാര്യം ചില പ്രതിസന്ധികൾ ഉണ്ട്. അതുകൊണ്ട് കൃത്യമായ നിരീക്ഷണം ആവശ്യമാണ്, തുടർച്ചയായ നിരീക്ഷണം ആവശ്യമാണ് എന്നാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ എന്താണെങ്കിലും ഇതിലൊരു വിശദീകരണം നൽകുന്നത്. അതേസമയം അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ അടക്കമുള്ളവർ ആശുപത്രിയിൽ ഉണ്ട്. ഇപ്പോൾ നൽകുന്ന ചികിത്സകൾ അത് കൃത്യമായി തന്നെ തുടരരുത് എന്നാണ്. പ്രത്യേകിച്ച് നിലവിൽ സോനം വാങ്ചുക് നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർമാരുണ്ട്. അവരുടെ കൃത്യമായ നിലപാട്, അതോടൊപ്പം തന്നെ തങ്ങളുടെ കുടുംബത്തിന്റെ സമ്മതം ഇല്ലാതെ ഒരു തരത്തിലുള്ള ചികിത്സകളിലേക്ക് പോകരുത്, ഭക്ഷണം നൽകരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഗീതാഞ്ജലി ആങ്മോ ഉയർത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജി എന്ന ആവശ്യം സോനം വാങ്ചുക് ഇപ്പോഴും ഉറച്ചു നിന്നുകൊണ്ട് ആശുപത്രിയിൽ പ്രതിഷേധം തുടരാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് സോനം വാങ്ചുക് ആവശ്യപ്പെടുന്ന ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. പക്ഷേ നിലവിൽ സഫ്ദർജംഗ് ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ചികിത്സയിൽ ഉള്ളത്. രാവിലെ അവിടുത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അവിടുത്തെ ആശുപത്രി സൂപ്രണ്ട് സംസാരിക്കുകയും ചെയ്തു. എന്നാലും നിലവിൽ അദ്ദേഹത്തിന് മറ്റ് വലിയ പ്രതിസന്ധികൾ ഇല്ല. പക്ഷേ നിരീക്ഷണം കൃത്യമായി തന്നെ ആവശ്യമാണ് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. രാവിലെ പോലീസ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്തു പോകുമ്പോഴും പോലീസും വ്യക്തമാക്കിയത് ഡോക്ടർമാർ നിർദ്ദേശപ്രകാരമാണ് ഈ അറസ്റ്റ്. കാരണം ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്തായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ അറസ്റ്റ് ഉണ്ടായത്, കസ്റ്റഡി ഉണ്ടായത് എന്നാണ് ഇപ്പോൾ എന്താണെങ്കിലും പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ആശുപത്രി സഫ്ദർജംഗ് ആശുപത്രിക്ക് അതീവ സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തു. ദ്രുതകർമ്മ സേന അടക്കം അവിടെ വിന്യസിച്ചുകൊണ്ടാണ് സുരക്ഷ ആശുപത്രിക്ക് ഒരുക്കിയിരിക്കുന്നത്. മറ്റ് ആരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല. ആവശ്യമായി പ്രത്യേകിച്ച് അവിടെ നിലവിൽ ചികിത്സ കഴിയുന്ന ജീവനക്കാർ കഴിയുന്ന രോഗികളുടെ ബന്ധുക്കൾക്ക് മാത്രമാണ് ആശുപത്രി കയറാനുള്ള പറഞ്ഞ വാർഡ് അടക്കമുള്ള ഇടങ്ങളിലേക്ക് പോകാനുള്ള അനുമതി നിലവിൽ നൽകിയിട്ടുള്ളൂ. മറ്റ് ആരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല. എന്താണെങ്കിലും സോനം വാങ്ചുക് അവിടെയും ഒരു കസ്റ്റഡിയിലാണ്, പ്രത്യേകിച്ച് ഒരു പോലീസ് നിരീക്ഷണത്തിലാണ് എന്ന് വേണം പറയാൻ. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേങ്കിൽ പോലും കൃത്യമായ നിരീക്ഷണം അദ്ദേഹത്തിന് ആവശ്യമാണ് എന്നാണ് ആശുപത്രി അധികൃതർ സഫ്ദർജംഗിൽ നമുക്ക് വിവരം നൽകുന്നത്. റോഷ്നി, ശരി. നോബിൾ മാരിക്കാരനും ആദിൽ പാലോടുമാണ് വിവരങ്ങൾ നൽകിയത്. ജന്തർ മന്ദറിലെ ആ സമരവേദിയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ തുടരുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും. ഇതൊരു ചെറിയ സമരമല്ല. അതിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് മറ്റു പാർട്ടികളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ച, അല്ലെങ്കിൽ ഇതുപോലൊരു ശക്തമായ സമരം നടക്കുന്നു, ഇത്ര ദിവസം ഒരാൾ ഇന്ത്യ കണ്ടിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് സമരം തുടരുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു പ്രതികരണം പോലും ലഭിക്കാത്ത വിഷയമാണ്. ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ളത് രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരാവശ്യമാണ്. അതിലാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ റിയാക്ട് ചെയ്യാതിരിക്കുന്നത്. അത് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്, അവിടെ നിന്നുള്ള വിവരങ്ങളിലേക്കൊക്കെ നമ്മൾ വരും നിമിഷങ്ങളിലും എത്തുന്നതായിരിക്കും.